നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മൈറ്റിത്തരം ക്ലാസ്സായി എനിക്ക് തീർത്തു കൊടുത്തു സിംബാബ്വെ. യെസ്, ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ സിംബാബ്വെയോട് 23 റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നു. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സീരീസിൽ അവർ പാകിസ്ഥാനോട് പരാജയപ്പെട്ടു 3-0 തോറ്റപ്പോഴേ ചില സൂചനകളൊക്കെ ലഭിച്ചതാണ്. അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു അതൊക്കെ അഭിനയമല്ലേ, വേൾഡ് കപ്പ് ആകുമ്പോൾ കാണാം, ഇത് കണ്ടിട്ട് ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ ബുദ്ധിമുട്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മണ്ടന്മാരാണ് എന്നൊക്കെ അന്ന് പറഞ്ഞു. പ്രധാന താരങ്ങളൊന്നും ഇല്ലാതെയാണ് കളിച്ചത്. ഇപ്പോഴോ? അന്ന് നമ്മൾ പറഞ്ഞു ഏതാണ്ട് വേൾഡ് കപ്പിനുള്ള സ്കോഡൊക്കെ ഇതാണ്, കുറേ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് പരിക്കുള്ളത് കൊണ്ട് ടീം രണ്ടാം നിര ടീം കളിച്ചിട്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന് പറയാൻ ആളുണ്ടാവും കമൻറ്റ് ബോക്സിൽ. എടോ, സിംബാബ്വെയോട് തോറ്റിട്ട് രണ്ടാം നിര ടീമാന്നൊക്കെ പറഞ്ഞു വരുന്ന ആരാധകരുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഏതായാലും ഓസ്ട്രേലിയ തീർത്തിരിക്കുന്നു. 23 റൺസിന് സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ നിശ്ചിത 20 ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് അവരുടെ ഓപ്പണർമാർ പുറത്തെടുത്തത്. ബ്രയാൻ ബെന്നറ്റ് 56 പന്തിൽ 7 ഫോറുള്ള സഹായത്തോടെ 64 റൺസ് അടിച്ചപ്പോൾ മറുബാനി മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു. 21 പന്തിൽ 7 ഫോർ സഹായത്തോടെ അദ്ദേഹം 35 റൺസ് അടിച്ചു. പിന്നെ റയാൻ ബേൾ അവർക്ക് വേണ്ടി 30 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ചു. നായകൻ സിക്കന്ദർ റസ 13 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 25 റൺസുമായിട്ട് പുറത്താകാതെ അങ്ങനെ 169 റൺസ് വിജയിക്കാൻ 170 റൺസ് വേണ്ടിയിരുന്നു ഓസ്ട്രേലിയക്ക്. തുടക്കം മുതലേ അവർക്ക് പണി കിട്ടി. ഇംഗ്ലീഷ് 8 റൺസുമായിട്ട് മടങ്ങി. ട്രാവിസ് ഹെഡ് 17 റൺസ്, കാമറൂൺ ഗ്രീൻ ഡക്ക്, ടിം ഡേവിഡ് ഡക്ക്, പണി കിട്ടി. അങ്ങനെ അതിവേഗത്തിൽ സിംബാബ്വെ ഓസ്ട്രേലിയ ഇങ്ങനെ ഞെരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് സിക്കന്ദർ റസക്ക് ബൗൾ ചെയ്യുന്നതിനിടക്ക് പരിക്ക് പറ്റി പുറത്ത് പോകേണ്ടി വന്നത്. 2 ഓവറിൽ 17 റൺസാണ് അദ്ദേഹം ആദ്യ ഓവർ മുതൽ അദ്ദേഹമാണ് എറിഞ്ഞിരുന്നത്. അദ്ദേഹം പിന്നെ ബൗൾ ചെയ്യാൻ പറ്റാതെ പുറത്തായി. പക്ഷെ എന്നാലും ക്യാപ്റ്റൻ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴും അവർ കാര്യങ്ങൾ പിന്നെ മനോഹരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്ന ഗ്ലെൻ മാക്സ്വെല്ലും റൺഷോയും ആണല്ലോ, എന്തും സംഭവിക്കാനാണ്. പക്ഷേ മാക്സിക്ക് അദ്ദേഹത്തിൻ്റെ ആക്സലറേഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. 32 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 31 റൺസേ അദ്ദേഹം അടിച്ചുള്ളൂ. പക്ഷേ റൺഷോ അപ്പോഴും ക്രീസിൽ നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. സ്റ്റോയിനിസ് 6 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ റൺഷോയെ 44 പന്തിൽ നിന്ന് 5 ഫോറും 1 സിക്സും അടക്കം 65 റൺസ് എടുത്തു നിൽക്കവേ മുസറബാനി പുറത്താക്കിയെടുത്ത് ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകൾ അവസാനിച്ചു. ഡോർഷീസ് 6 റൺസ്, എല്ലിസ് 7 റൺസുമായിട്ട് പുറത്താകുന്നു. സാംബ 2 റൺസ്, ഒടുവിൽ കുഞ്ഞമൻ റണ്ണൊന്നും എടുക്കാതെ റൺ ഔട്ട് ആവുകയും ചെയ്തതോടുകൂടി തീർന്നു. ഓസ്ട്രേലിയ 19.3 ഓവറുകൾ 146 റൺസിന് ഓൾ ഔട്ടായി. ഇതാ 23 റൺസിന് മൈറ്റിത്തരം സിംബാബ്വെ തീർത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.